മരിച്ചുപോയ സഹോദരിയുടെ അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ അസ്ഥികൂടവുമായി ബാങ്കിലെത്തേണ്ടി വന്ന ഒഡീഷയിലെ വയോധികനാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ച. അക്കൗണ്ട് ഉടമ വന്നാലേ പണം നൽകൂ എന്ന ബാങ്ക് അധികൃതരുടെ പിടിവാശിയാണ് ഈ വയോധികനെ കൊണ്ട് ഇങ്ങനെയൊരു കടുംകൈ ചെയ്യിച്ചത്. സഹോദരിയുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 20,000 രൂപ പിൻവലിക്കാനാണ് ഈ വയോധികന് അസ്ഥികൂടം ചുമക്കേണ്ടി വന്നത്. ഈ കാഴ്ച കണ്ട് ഞെട്ടിയിരിക്കുകയാണ് രാജ്യമാകെ. RDX പരിശോധിക്കുന്നു. ഇതോ ഇന്ത്യൻ യാഥാർത്ഥ്യം. കാണാം RDX. മരിച്ചുപോയ സഹോദരിയുടെ അക്കൗണ്ടിലെ പണം പിൻവലിക്കാൻ ബാങ്ക് അധികൃതർ അനുവദിക്കാത്തതോടെയാണ് വയോധികൻ സഹോദരിയുടെ ശരീരാവശിഷ്ടവുമായി ബാങ്കിലെത്തിയത്. ഒഡീഷയിലെ കിയോറ്റ്നർ ജില്ലയിലെ മാലിപ്പോസി ഗ്രാമീൺ ബാങ്ക് ശാഖയിലാണ് സംഭവം. ജീതു മുണ്ട എന്ന 50-കാരനാണ് തന്റെ മരിച്ച സഹോദരി കൽറ മുണ്ടയുടെ കുഴി മാന്തിയെടുത്ത ശരീരാവശിഷ്ടവും ചുമലിൽ പേറി ബാങ്കിലെത്തിയത്. ജനുവരി 26-നാണ് കൽറ മുണ്ട മരിച്ചത്. ഇവരുടെ അക്കൗണ്ടിലുണ്ടായിരുന്ന 20,000 രൂപ പിൻവലിക്കാൻ ജീതു മുണ്ട പലതവണ ബാങ്കിനെ സമീപിച്ചു. എന്നാൽ അക്കൗണ്ട് ഉടമ നേരിട്ട് വന്നാൽ മാത്രമേ പണം നൽകൂ എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതോടെ ജനുവരിയിൽ മരിച്ച സഹോദരിയുടെ കുഴിമാടം പൊളിച്ച് മൃതാവശിഷ്ടം പുറത്തെടുക്കുകയായിരുന്നു. പ്ലാസ്റ്റിക് ചാക്കിലാക്കിയ ശരീരവുമായി ബാങ്കിലേക്ക് നടക്കുന്ന വയോധികന്റെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. സഹോദരി വന്നാലേ പണം നൽകൂ എന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞതോടെ ദേഷ്യം വന്നിട്ടാണ് അസ്ഥികൂടം കുഴിച്ചെടുത്തതെന്ന് ജീതു മുണ്ട പറഞ്ഞു. വിവരമറിഞ്ഞെത്തിയ പോലീസ് ഇടപെട്ട് ജീതു മുണ്ടയെ ശാന്തരാക്കി. പണം നൽകാൻ അധികൃതരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഇങ്ങനെ ഞെട്ടിക്കുന്ന പല ദൃശ്യങ്ങളും ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും പല കാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇത് വല്ലാത്ത ഒരു കാഴ്ചയായിപ്പോയി. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ പോലും നമുക്ക് വല്ലാത്ത ഹൃദയവേദന തോന്നുന്നെങ്കിൽ നേരിട്ട് ഇത് അനുഭവിച്ച ആ പ്രദേശത്തുള്ള ആളുകളെക്കുറിച്ച് കൂടിയാണ് ഞാൻ ആലോചിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വല്ലാത്ത ഒരവസ്ഥയിൽ നിന്നാണല്ലോ ഇത് ചെയ്യേണ്ടി വരുന്നത്. രണ്ട് കാര്യമാണ്. ഒന്ന്, നിയമപരമായി ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഒരു സഹോദരിയുടെ അക്കൗണ്ടിലെ പണം എടുത്തു കൊടുക്കണമെങ്കിൽ അതിൻ്റെ പാലിക്കേണ്ട ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് പാലിക്കാൻ തക്കവണ്ണം പ്രാപ്തിയുള്ള എത്ര പേര് ഈ രാജ്യത്തുണ്ട് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ എങ്ങനെയാണ് ഓരോ പ്രദേശത്തും എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. എന്താണ് ഈ കാഴ്ച കാണുമ്പോൾ സനീഷ് തോന്നുന്നത്? പക്ഷേ ഇതിപ്പോൾ ആദ്യം ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ വിശ്വസിച്ചില്ല. രണ്ടാമത് ഈ ദൃശ്യങ്ങൾ വിഷ്വൽസ് ഇപ്പോൾ പലയിടത്ത് കണ്ടപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല. സത്യത്തിൽ ഇപ്പോൾ AI ഉള്ളതുകൊണ്ട് വളരെ ആളുകൾക്ക് നമുക്കൊക്കെ ഇതാരാണ് ഉണ്ടാക്കി വിടുന്നത്, രോഗാതുര മനസ്സുള്ള ആളുകളാണല്ലോ ഇങ്ങനെ മാത്രം ഉണ്ടാക്കി വിടുന്നതെന്ന് തോന്നുന്ന പല വിഷ്വൽസും കാണാറുള്ളതുകൊണ്ട് രണ്ടാമതും ഞാനത് കണ്ടപ്പോൾ എനിക്ക് പൂർണ്ണ വിശ്വാസം വന്നില്ല. പിന്നീട് വായിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോഴാണ് ഇപ്പോഴും സത്യത്തിൽ എനിക്ക് അതേക്കുറിച്ച് ഈ ഒരു ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഈ ജീതു മുണ്ട അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മൃതശരീരമായിട്ട് പോകുന്നു എന്ന കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ തന്നെയും ഒരു ബാങ്ക് നിങ്ങൾ മരിച്ചു എന്ന് വിശ്വസിക്കില്ല എന്ന് പറയുമെന്നോ അല്ലെങ്കിൽ എന്താണ് അതിന് പിന്നിൽ നടന്നിട്ടുണ്ടാവുക എന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് കുറേയേറെ ക്ലാരിറ്റി ഇല്ലായ്മ അതിനകത്തുണ്ട്. ഞാൻ പറയുന്ന ഈ സംഭവം നടന്നിട്ടില്ല എന്നല്ല, പക്ഷേ ഇങ്ങനെ സംഭവിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഒരു അവിശ്വസനീയത എനിക്കുണ്ട് എന്ന കാര്യം പറയാതെ ഇവിടെ സംഭവിക്കില്ലല്ലോ. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ വിശദാംശങ്ങൾ പിന്നീട് വായിച്ചപ്പോൾ വസ്തുത ഉള്ളതാണ് കേട്ടോ. അതായത് ഞാൻ സംശയിക്കുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ ഒരു ആഘാതം ശേഷി പറയാൻ വേണ്ടി പറഞ്ഞതാണ് ആദ്യഘട്ടത്തിൽ. ഇപ്പോൾ 3 കിലോമീറ്ററാണ് ഇദ്ദേഹം ഈ മൃതശരീരം എടുത്ത് നടന്നത്. 2 മാസമായി ഈ സഹോദരി മരിച്ചത്. 2 മാസമായിട്ട് കുഴിമാടത്തിൽ കുഴിച്ചിട്ടിരിക്കുന്ന മൃതദേഹത്തെ എടുത്തിട്ടാണ് ഇദ്ദേഹം 3 കിലോമീറ്റർ നടന്നത്. ഈ സഹോദരിയുടെ ഭർത്താവും കുഞ്ഞും നേരത്തെ മരിച്ചുപോയതാണ്. അതുകൊണ്ടാണ് ഈ സഹോദരൻ മാത്രം ഈ മരിച്ച ആളിൻ്റെ ഒരു രക്തബന്ധുവായിട്ട് അവശേഷിച്ചത്. അപ്പോൾ ഇതിനകത്തെല്ലാം നമ്മളിപ്പോൾ കേട്ടതിനേക്കാൾ ഹൃദയഭേദകമായ കഥകളുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയാണ് ഭർത്താവും കുഞ്ഞും മരിച്ചു പോകുന്നത്? എന്ത് അസുഖം വന്നിട്ടാണ്? എന്തുകൊണ്ടാണ് ഇതുപോലുള്ള നാടുകളിൽ അസുഖം വന്നിട്ട് ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളും ഭർത്താവും കുടുംബമാകെ തന്നെ അസുഖം വന്നിട്ടോ മറ്റോ മരിച്ചു പോകുന്നത്? ഇത്തരം വിശദാംശങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് ഇദ്ദേഹം മാത്രമായിട്ട് ഇത്രയും ചെറിയ പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് ഇത്രയും ചെറിയ പൈസ എന്ന് വെച്ചാൽ ഞാനത് പറഞ്ഞത് ഒരു വലിയ തുകയ്ക്ക് വേണ്ടിയിട്ടല്ല ഈ കാര്യം ചെയ്യുന്നത്. ഇപ്പം ഞാനത് പറയുമ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ChatGPTയോട് ഇന്ത്യയിൽ എത്രമാത്രം ബില്യണേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 180 മുതൽ 200 വരെ ബില്യണേഴ്സ്. ഒരു ബില്യൺ എന്ന് വെച്ചാൽ എത്രയാണ്? ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്, എന്നോട് മറന്നു, എനിക്കറിയില്ല. അതായത് എത്രയാണ് ഒരു ബില്യൺ എന്ന് വെച്ചാൽ ഒരു പോട്ടെ ഞാനത് ആലോചിച്ചെടുത്താൽ 100 കോടിയോ മറ്റാണ്. 100 കോടിയാണ് ഒരു 100 കോടി. അങ്ങനെ ആയിരക്കണക്കിന് 100 കോടി കയ്യിലുള്ള ആളുകളാണ്. അത്തരം 200 ആളുകളുള്ള രാജ്യമാണ് ഇന്ത്യ. ലോകത്തിന് തന്നെ ഏറ്റവും വലിയ തുക കയ്യിലുള്ള മനുഷ്യന്മാരാണ്. അവരുടെ രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയിലാണ് ഒരാൾ ഈ ബോഡി എടുത്ത് പോകുന്നത്. അത് നൽകുന്ന മറ്റ് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങൾ നോക്കുക. അതായത് ഒരാൾ വന്നിട്ട് അയാളുടെ സഹോദരിയുടെ മൃതശരീരം കുഴിച്ചിട്ടിരിക്കുന്ന 2 മാസം മുമ്പ് കുഴിച്ചിട്ടിരിക്കുന്ന ഒരു ഗ്രേവ് ഇങ്ങനെ ഇത് വെച്ച് കോരുകയാണ്. എന്നിട്ട് അതിനകത്ത് ബോഡിയെ എടുക്കുകയാണ്. അപ്പോൾ അയൽവാസികൾ ഇത് കാണില്ലേ? മറ്റു മനുഷ്യരിത് കാണില്ലേ? ജീതു മുണ്ടേ നീ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് അവനോട് ചോദിക്കില്ലേ?
അപ്പോൾ അവൻ ഇന്ന കാര്യത്തിനാണ് ഞാനിതെന്ന് പറയുമ്പോൾ ശരി എന്നാൽ നീ ചെയ്തുകൊള്ളൂ എന്ന് മറ്റുള്ളവർ പറയുന്നത് എങ്ങനെയാണ്? ഈ ബോഡി എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, ഫോട്ടോ എടുക്കുന്ന ആളുകൾ, വിഷ്വൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങളെ നിർത്തൂ, നമുക്കിത് പരിഹരിക്കാം, നിങ്ങൾ ബോഡി ഈ ഭൗതിക ദേഹത്തോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട, അതവിടെ കിടക്കട്ടെ, നമുക്ക് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോട് പറഞ്ഞിട്ട് കാര്യം, ബാങ്കുകാരോട് പറഞ്ഞിട്ട് നമുക്ക് സമാധാനം ഉണ്ടാക്കാം, അവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇടപെടില്ലേ? ഞാൻ എൻ്റെ കേരളത്തിലാണ് നമ്മൾ ഇത്രയും കാലം ജീവിച്ചത്, അതുകൊണ്ട് കേരളത്തിൽ എൻ്റെ അനുഭവം വെച്ച് ഞാൻ വിചാരിക്കുകയാണ് ഇങ്ങനൊരു സംഭവം എങ്ങനെയാണ് നടക്കുക? ഇതേ സാഹചര്യം തന്നെ 19,300 രൂപ, 20,000 എല്ലാവരും എഴുതി റൗണ്ട് ചെയ്ത് എഴുതി കൊടുക്കുന്നു എന്നേ ഉള്ളൂ. കാരണം 19,300 എന്നുള്ളത് 20,000 എഴുതുമ്പോൾ നമ്മളിവിടെ റൗണ്ട് ചെയ്യുമ്പോൾ ഈ രണ്ട് തുകകളും തമ്മിലുള്ള വ്യത്യാസം അത്ര ചെറുതാണ് എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ അവർക്കത്ര ചെറുതല്ലാത്തതുകൊണ്ടാണ്, ഈ തുകയൊന്നും അത്ര ചെറുതല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ 19,300 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇയാളിത് ചെയ്യുമ്പോൾ ഈ മറ്റാരും ഇടപെടാൻ പറ്റാത്ത വിധം അത് കാണുന്നത് എല്ലാവരും, ചുറ്റുപാട് നിൽക്കുന്ന മനുഷ്യർക്കെല്ലാം മനസ്സിലാകുന്ന ഒരു കാര്യമാണിത്. ഇത് ചെയ്താൽ മാത്രമേ ഈ തുക തിരിച്ചു കിട്ടൂ എന്ന് മനസ്സിലാകുന്നതുകൊണ്ടാണ് ഇയാൾ 3 കിലോമീറ്റർ ഈ 2 മാസം മുമ്പ് കുഴിച്ചിട്ട് ആ മൃതശരീരം എടുത്തിട്ട് നടന്നു പോകേണ്ടി വരുന്നത്, ബാങ്കിൻ്റെ മുന്നിലേക്ക് വരെ പോകേണ്ടി വരുന്നത്. ഒരു പോലീസ് സംവിധാനമോ ഒരു രാഷ്ട്രീയക്കാരോ ഒരു രാഷ്ട്രീയ സംഘടനയോ ഒരു സാമൂഹ്യ പ്രവർത്തകനോ ഒരു സഹജീവിയോ നിങ്ങൾ നിൽക്കൂ, ജീവിതവുമുണ്ട്, അത് എടുക്കേണ്ടതില്ല, അവിടെ വെക്കൂ, നിങ്ങൾ കുഴി മാന്തല്ലേ, നമുക്ക് പോയിട്ട് ഈ കാര്യങ്ങൾ ഇടപെടാം, ഞങ്ങൾ രാഷ്ട്രീയ പ്രവർത്തകർ ഇവിടെ ഉണ്ട്, ഞങ്ങൾ സാമൂഹ്യ പ്രവർത്തകരുണ്ട്, ഞങ്ങൾ പോലീസുകാരുണ്ട്, നമുക്ക് ബാങ്കുകാരോട് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാം. ശരി, അവർക്ക് അവരുടെ പേപ്പർ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ മരണ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ നമുക്ക് ആ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാം, മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ട് അതവിടെ കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് 19,300 രൂപ വാങ്ങിച്ചു തരാം എന്ന് പറയാവുന്ന ഒരു ബഹുജന സംവിധാനം അവിടെ ഇല്ല എന്നതാണ് ഈ കാര്യത്തോടൊപ്പം തന്നെ ഈ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമ്മളെ വേദനിപ്പിക്കുന്നത്, അല്ലേ? അതല്ലേ, അത് എത്രമാത്രം വലിയൊരു സംഭവമാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഒരു ഘട്ടത്തിലും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന കാര്യമാണ്. ഒരു ഘട്ടത്തിലും അങ്ങനെ സംഭവിക്കില്ല. കേരളത്തിൻ്റെ കുഴപ്പങ്ങളുണ്ട്, ഒരു ഘട്ടത്തിലും സംഭവിക്കില്ല. അപ്പോൾ അവരെത്രമാത്രം കാതങ്ങൾ നടന്നാലാണ് നമ്മളെ സാധാരണ മനുഷ്യരുടെ പൊസിഷനിലേക്ക് എത്തുക എന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ നേരത്തെയും കണ്ടിട്ടുണ്ട്, ഒരു ആശുപത്രിയിൽ മരിച്ച ഒരു അമ്മയുടെ മൃതദേഹം അച്ഛൻ എന്ന് വെച്ചാൽ ഭർത്താവ് ഒരു കൈവണ്ടിയിലോ മറ്റോ കൊണ്ടുപോയിട്ട് സൈക്കിളിൽ കെട്ടിയിട്ട് കൊണ്ടുപോകുന്നു. ഒരു പെൺകുട്ടി, ഈ അമ്മയുടെ മകള്, ഈ മരിച്ചുപോയ സ്ത്രീയുടെ മകള് കരഞ്ഞുകൊണ്ട് അച്ഛനെ പിന്തുടരുന്നു. 10-20 കിലോമീറ്ററാണ് നടന്നിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയത്. വീഡിയോ എടുത്ത് നീങ്ങുന്ന അവിടുത്തെ പ്രാദേശിക പത്രപ്രവർത്തകൻ എന്ന് കണക്കാക്കാവുന്ന ആളല്ലാതെ ഒരു മനുഷ്യരും ഇടപെടുന്നേയില്ല. എന്തുകൊണ്ടാണ് ഹർഷ ഇവർ ഇടപെടാത്തത്? ജാതി എന്നൊരു സംഗതി അവിടെയുള്ളത്. നമ്മൾ ആദ്യം ചർച്ച ചെയ്ത കാര്യങ്ങളുമായിട്ട് ചേർന്ന് എടുക്കും. ജാതി എന്നൊരു സംഗതി കൂടെ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ. കാരണം അല്ലെങ്കിൽ ഒരാൾക്കൊരു കാറ് നിർത്തിയിട്ട് നിങ്ങൾ ഇതിനകത്തേക്ക് കയറും, അല്ലെങ്കിൽ ഒരാൾക്ക്, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവിന് ജീവിതമുണ്ട നിൻ്റെ പ്രശ്നം ഞാൻ പരിഹരിക്കാമെന്ന് പറയാൻ തോന്നാത്ത എന്തുകൊണ്ടാണ്? അപ്പോൾ ഇത് ഇന്ത്യ വലിയ ഗംഭീരമായിട്ട് കാര്യങ്ങൾ പോകുന്നു. 10-200 ബില്യണേഴ്സ് ഉണ്ട്. ബില്യണേഴ്സിനതിൽ 100 കോടിയാണ് ഒരു ബില്യണെങ്കിൽ അങ്ങനെയുള്ള ആയിരക്കണക്കിന് കോടി കൈവശം വെച്ചിരിക്കുന്ന ഈ മനുഷ്യരുള്ള എല്ലാ സ്ഥലത്ത് 19,300 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെയൊരു മനുഷ്യന് ഇങ്ങനെ നടക്കേണ്ടി വരുന്നു. അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല. ഈ വിഷ്വൽസ് ഇങ്ങനെ നാടെല്ലാം കാണുമ്പോൾ മാത്രം നമ്മളെല്ലാവരും ഞെട്ടുകയും ചെയ്യുന്നു എന്നതാണ് അതിലെ ദുരന്തം, അങ്ങേയറ്റം ദുരന്തം ഉള്ള സാഹചര്യം. ഇദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ വായിച്ചിടത്തോളം മനസ്സിലായത്, ഇദ്ദേഹത്തിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എങ്ങനെയാണ് പോയിട്ട് ബാങ്കിൽ നിന്ന് ഈ പൈസ വാങ്ങുക എന്നറിയില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് ഹാജരാക്കിയാലേ പറ്റൂ. മരിച്ചു എന്ന് പറഞ്ഞപ്പോഴും അവർക്ക് വിശ്വാസമാകുന്നില്ല. എങ്ങനെയാണ് നിങ്ങളൊന്ന് ചോദിക്കുക? പ്രത്യേകിച്ചും ഒരാളുടെ പെങ്ങളുടെ ഇതാണ്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളൊന്ന് ചോദിക്കുക എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അദ്ദേഹത്തിന് അറിയില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഈ ബോഡി എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഒരു വിഷ്വൽ എന്ന നിലക്ക്, ഈ ഒരു പ്രശ്നം എന്ന നിലക്ക് അവതരിപ്പിച്ച് കളയാം എന്ന് നല്ല ബുദ്ധിയാലോ മോശം ബുദ്ധിയാലോ ചുറ്റുമുള്ള ആളുകൾക്ക് കൂടെ തോന്നി എന്നതാണ്. നല്ല ബുദ്ധിയാലോ എന്ന് ഞാൻ ചോദിച്ചത് പറഞ്ഞാൽ കാരണം ഒരുപക്ഷെ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇത്രക്ക് മോശമായിട്ടുള്ള അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് നാട്ടുകാർ അറിയട്ടെ എന്ന് കരുതിയിട്ട്, നല്ല ബുദ്ധിയാൽ ഇനി അത് സംഭവിക്കരുതെന്ന് കരുതിയിട്ട് മറ്റുള്ളവരെല്ലാം കൂടുന്നതാണോ എന്നറിയില്ല, അല്ലെങ്കിൽ ഇത് കൊള്ളാവുന്നൊരു വിഷ്വൽസ് ആണല്ലോ എന്ന് കരുതിയിട്ട് ചീത്ത ബുദ്ധിയാൽ ചെയ്തതാണോ, അല്ലെങ്കിൽ ആ വിഷ്വൽ എടുക്കുന്ന ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഇത് അങ്ങേയറ്റം നിന്ദ്യമായൊരു കാര്യമാണ് അദ്ദേഹത്തിന് ചെയ്യേണ്ടി വരുന്നത്. കുഴിച്ചിട്ട ശരീരത്തെ മാന്തി എടുത്തിട്ട് ദൂരത്തോളം എടുത്ത് നടക്കേണ്ടി വരുന്നത് മോശം കാര്യമാണ്. അത് ചെയ്യരുത്. നമ്മൾ അയാൾ അതിൽ നിന്ന് തടഞ്ഞിട്ട് അയാൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് മറ്റുള്ളവർക്ക് തോന്നാത്തതൊരു ദുഷ്ടബുദ്ധിയാലാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതാണ് ഇന്ത്യൻ യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങൾ ഇതുകൂടെ ഉണ്ട് എന്നതാണ് എനിക്കതിന് മനസ്സിലായത്. അല്ലേ? തീർച്ചയായും. അത് മാത്രമല്ല സനീഷ്, ഇതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളും ഒരുമിച്ച് ഏതാണ്ട് അടുത്തടുത്ത കാലത്ത് ഈ രാജ്യം സ്വതന്ത്രമാകുന്നു, അതിനുശേഷം റിപ്പബ്ലിക്കാകുന്നു. ഈ ഘട്ടത്തിലൊക്കെ ഏതാണ്ട് ഒരുമിച്ച് വളരാവുന്ന സാഹചര്യം എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടായിരുന്നു. ഈ ഒഡീഷയുടെ കാര്യം എടുത്താൽ വളരെ മിനറൽ റിച്ച് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്. മറ്റ്
മറ്റ് ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതയൊക്കെ കൊണ്ട് കാർഷിക മേഖലയിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ വലിയ വിശാലമായ കോസ്റ്റ് ഉണ്ട്. അവർക്ക് പല തരത്തിൽ ആ നിലയ്ക്ക് വളരാൻ ടൂറിസത്തിലൂടെയൊക്കെ വളരാവുന്ന സാധ്യതയുണ്ട്. ആത്യന്തികമായി അവിടെ ഈ കാലങ്ങളായി ഭരണനിർവഹണം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടികൾക്കാണ് ഇത്തരം ദൃശ്യങ്ങളൊക്കെ സൃഷ്ടിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പ്രാദേശികമായിട്ട് ആ നിലയ്ക്ക് ഒരു ഇടപെടൽ ശേഷി കാണിക്കാൻ പറ്റുന്ന ആളുകളും അവിടെ പ്രാദേശിക നേതൃത്വങ്ങളിൽ നിന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ നിലനിൽക്കുന്ന സനീഷ് പറഞ്ഞ പോലെ ജാതിയും ദാരിദ്ര്യവും എല്ലാം ചേർന്നിട്ട് മനുഷ്യനെ പ്രത്യേക മാനസികാവസ്ഥയിലേക്കൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരം കാഴ്ചകളൊക്കെ ആവർത്തിക്കുന്നത്. നമ്മൾ കണ്ടതാണല്ലോ അന്ന് ഈ സൈക്കിളിലോ ഒക്കെ കെട്ടിവെച്ചിട്ട് മൃതദേഹം കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ അത്തരം കാഴ്ചകൾ ആവർത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരേ സമയം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് വല്ലാത്ത അഭിമാനം കൊള്ളുമ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ കൂടി ഉള്ളതാണ് നമ്മുടെ രാജ്യം. അതിനെ തിരിച്ചറിഞ്ഞ് അഡ്രസ്സ് ചെയ്യുകയും ഒക്കെയാണ് വേണ്ടത്. അതായത് മിഥ്യാഭിമാനത്തിലേക്ക് നമ്മളെ കൊണ്ടുചെന്ന് തള്ളുന്ന തരത്തിലുള്ള ഈ പ്രചാരണങ്ങളിൽ വീണു പോവുകയല്ല ചെയ്യേണ്ടത്. ഇത്തരം കാഴ്ചകൾ കൂടി ഉൾപ്പെടുന്നതാണ് നമ്മുടെ രാജ്യം എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. കൂടുതൽ അതിനകത്ത് ഒന്നും പറയാനില്ല. ഹൃദയഭേദകമായ കാഴ്ചയാണ് ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചത്. ചാക്കിൽ കെട്ടിയ സ്വന്തം സഹോദരിയുടെ അസ്ഥികൂടം ചുമന്ന് ബാങ്കിലേക്ക് നടക്കുന്ന വയോധികന് ആ വയോധികൻ ഈ രാജ്യത്തെ ഒരു പൗരനാണ്. ഒഡീഷയിലെ ആദിവാസി വിഭാഗത്തിലെ മനുഷ്യനാണ്. രാജ്യത്തെ ആദിവാസി ദളിത് മനുഷ്യരുടെ ജീവിതം എന്തെന്ന് ഓർമ്മിപ്പിക്കുക കൂടിയാണ് ഈ ചിത്രം. അടിത്തട്ടിലെ മനുഷ്യരോട് ഇവിടുത്തെ സിസ്റ്റം എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന ചോദ്യത്തിലേക്ക് കൂടിയാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. കേവലം സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞാണ് ബാങ്ക് അധികൃതർ ഈ മനുഷ്യൻ്റെ ജീവിതം ചോദ്യചിഹ്നത്തിലാക്കിയത്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യത്തിനാണോ സാങ്കേതികത്വത്തിനാണോ മുൻതൂക്കം എന്ന ചർച്ചയും പതിവ് പോലെ ഉയർന്നിട്ടുണ്ട്. 20,000 രൂപയ്ക്ക് താഴെയുള്ള ഒരു തുകയ്ക്ക് വേണ്ടി ഈ മനുഷ്യന് സ്വന്തം സഹോദരിയുടെ കുഴിമാടം തുറന്നെങ്കിൽ അവരുടെ ജീവിത സാഹചര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാജ്യത്തെ അടിസ്ഥാന വിഭാഗത്തെ മനുഷ്യരുടെ മാറ്റമില്ലാതെ തുടരുന്ന ഈ ദയനീയ സാഹചര്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ ആവർത്തിച്ച് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ അടിയന്തരമായി എല്ലാവരും കാതു കൊടുക്കേണ്ട അടിസ്ഥാന മനുഷ്യാവസ്ഥയുടെ ദീനവിലാപമായി ഈ സംഭവത്തെ RDX കാണുകയാണ്. അധികാരപ്പെട്ടവരും അങ്ങനെ തന്നെ കണ്ടിരുന്നെങ്കിൽ എന്നാശിക്കുന്നു. RDXിലൊരിടവേള.